സെലിബ്രിറ്റികളുടെ ജീവിതം എന്നും ആരാധകർക്കിടയിൽ ചർച്ചാ വിഷയമാണ്. അവരുടെ സ്വകാര്യ ജീവിതത്തിലും പ്രൊഫഷണൽ ലൈഫിലും നടക്കുന്നതെല്ലാം അറിയാൻ പ്രേക്ഷകർക്ക് എന്നും താല്പര്യമാണ്. സോഷ്യൽ മീഡിയ സജീവമായതോടെ സെലിബ്രിറ്റികളുടെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അതിവേഗത്തിൽ ആരാധകരിലേക്ക് എത്താനും തുടങ്ങി. അത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന വാർത്ത ബോളിവുഡിലെ ഐഡിയൽ കപ്പിൾ എന്ന് വിശേഷിക്കപ്പെടുന്ന അഭിഷേക് ബച്ചനും ഐശ്വര്യ റായും വിവാഹമോചനത്തിന് ഒരുങ്ങുന്നു എന്നാണ്. ഇതുവരെയും ഇതൊരു ഗോസിപ്പ് മാത്രമാണ്. ഇരുവരുമോ അല്ലെങ്കിൽ താരജോഡിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോ ഒന്നും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. ചില സാഹചര്യങ്ങളിലെ താരങ്ങളുടെ പെരുമാറ്റവും മറ്റും വിലയിരുത്തിയാണ് താരങ്ങൾ വിവാഹമോചനത്തിന് ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ പ്രചരിക്കാൻ തുടങ്ങിയത്. അടുത്തിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കവേ അഭിഷേക് തന്റെ വിവാഹമോതിരം ധരിച്ചിട്ടില്ലായിരുന്നു. എപ്പോഴും തന്റെ വിവാഹമോതിരം കൈകളിൽ ധരിക്കുന്നതാണ് അഭിഷേകിന്റെ ശീലം. അതൊക്കെയാണ് ഗോസിപ്പുകൾ പ്രചരിക്കാൻ കാരണമായത്. ബച്ചൻ കുടുംബത്തിൽ നിന്നും ഐശ്വര്യ റായ് അകന്നുവെന്നും താരം ഇപ്പോൾ സ്വന്തം കുടുംബത്തിനൊപ്പമാണ് കഴിയുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം താരദമ്പതികളുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങിയതോടെ തീയുണ്ടാകാതെ പുകയുണ്ടാകില്ലെന്നാണ് സിനിമാ നിരൂപകൻ ചെയ്യാറു ബാലു പറയുന്നത്. മുമ്പും ഐശ്വര്യക്കും അഭിഷേകിനുമിടയിൽ ഈഗോ ക്ലാഷ് ഉണ്ടായിട്ടുണ്ടെന്നും ചെയ്യാറു ബാലു പറയുന്നു. ഒരു തമിഴ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ചെയ്യാറു ബാലു ബോളിവുഡ് താരജോഡികളെ കുറിച്ച് വാചാലനായത്. ഐശ്വര്യയും അഭിഷേകും ഇതുവരെ വലിയ വിവാദങ്ങളിൽ ഉൾപ്പെടാത്തവരാണ്. അവർ ഇരുവരും മാതൃകാ ദമ്പതികളെ പോലെയാണ്. സിനിമാ ഫാമിലി ആയതുകൊണ്ട് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകുമെന്ന് മനസ്സിലായിട്ടാകാം ഐശ്വര്യ അഭിഷേകുമായുള്ള വിവാഹത്തിന് ഒരുങ്ങിയത്. കണ്ണുപെടാൻ പാകത്തിലുള്ള ജോഡിയാണ് ഇരുവരും. തമിഴ് സിനിമയോട് എപ്പോഴും താല്പര്യമുണ്ട് ഐശ്വര്യക്ക്. അടുത്തിടെ കാനിൽ പങ്കെടുക്കാൻ ഐശ്വര്യ ഒറ്റയ്ക്കാണ് പോയത്. വിവാഹമോചനത്തിന് പ്രായപരിധിയില്ലല്ലോ. കുറച്ചുനാൾ മുമ്പ് ഐശ്വര്യക്ക് തന്നേക്കാൾ ആരാധകരുള്ളത് അഭിഷേക് ഈഗോ ക്ലാഷിന് കാരണമായിരുന്നു. അന്ന് ഐശ്വര്യക്കും അഭിഷേകിനും ഇടയിലുള്ള ഈഗോ ക്ലാഷ് കണ്ടുപിടിച്ചതും തീർത്തതും ബച്ചൻ സാറാണ്. തുടർച്ചയായി 3 പടം ചെയ്ത് നീ വിജയിച്ചാൽ നിന്നെ പുകഴ്ത്താനും ആൾക്കൂട്ടമുണ്ടാകും. നിന്റെ ഈഗോ വലിച്ചെറിഞ്ഞു കളയും. നിന്റെ ഭാര്യയാണ് ഐശ്വര്യ, അതിൽ നീ അഭിമാനിക്കുകയാണ് ചെയ്യേണ്ടത്, ബച്ചൻ സാർ പറഞ്ഞു. അതിനുശേഷം അഭിഷേക് ഒരുപാട് മാറി. ഇപ്പോൾ വീണ്ടും ഐശ്വര്യ അഭിഷേക് വിവാഹമോചനം ഉണ്ടാകുമെന്ന തരത്തിൽ വാർത്തകൾ വരുമ്പോൾ തീയില്ലാതെ പുകയുണ്ടാകില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും കാലത്തിനപ്പുറം 12 വയസ്സ് പ്രായമുള്ള മകളുള്ളപ്പോൾ എന്തിനാണ് ഇരുവർക്കുമിടയിൽ പ്രശ്നമെന്ന് മനസ്സിലാകുന്നില്ലെന്നും ചെയ്യാറു ബാലു പറയുന്നു. അതേസമയം ഐശ്വര്യയും ബച്ചൻ കുടുംബവും തമ്മിലുള്ള കോൾഡ് വാർ താരം പങ്കുവെക്കുന്ന പോസ്റ്റുകളിലൂടെ വ്യക്തമാണ്. ദീപാവലി പൂജാ പാർട്ടികളിൽ പോലും ഐശ്വര്യയും അഭിഷേകും ഒന്നിച്ചെത്താതിരുന്നത് ചർച്ചകളിൽ ഇടം നേടിയിരുന്നു. ഐശ്വര്യയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളും ചർച്ചയാകുന്നുണ്ട്. അന്തരിച്ച പിതാവ് കൃഷ്ണരാജ് റായിയുടെ ജന്മവാർഷികത്തിൽ മകൾ ആരാധ്യ അച്ഛനൊപ്പം പോസ്റ്റ് ചെയ്യുന്ന പഴയ ഫോട്ടോകളാണ് ഐശ്വര്യ പങ്കുവച്ചിരിക്കുന്നത്. അമിതാഭ് ബച്ചന്റെ ജന്മദിനത്തിന് കുടുംബ ഫോട്ടോയിൽ നിന്നും ജയാ ബച്ചൻ അടക്കം മറ്റ് കുടുംബാംഗങ്ങളെ ഐശ്വര്യ ക്രോപ്പ് ചെയ്ത് കളഞ്ഞ് ഫോട്ടോ ഇട്ടതും വാർത്തയായിരുന്നു.